ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടവർ എ സി അഥവാ ഫ്ലോർ സ്റ്റാൻഡിങ് എ സി എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് പാനസോണിക്കിൻ്റെ 3 ടൺ ഇൻവെർട്ടർ മെഷീനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ മെഷീൻ്റെ ഹൈറ്റ് വരുന്നത് 186ഉം വിഡ്ത്ത് വരുന്നത് 60 സെൻറ്റിമീറ്ററും ഡെപ്ത് വരുന്നത് 36 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഫസ്റ്റ് നമ്മളിതിൻ്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്താണ് നമ്മളെ മെഷീൻ്റെ ഫ്ലെയറിങ്, വയറിങ് കണക്ഷന്, ബ്ലോവർ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. നമ്മളത് ഓപ്പൺ ചെയ്ത് ഇതെടുത്ത് വെക്കുക. ഇതിന് ശേഷം നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ ഈ കട്ടിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ വേണ്ടത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ പൊക്കിയിട്ട് ഒരു 3 ഇഞ്ചിൽ ഒരു ഹോൾ കട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ടർ എടുത്ത് ആദ്യം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ചിസിൽ ഹാമർ എടുത്തൊന്ന് ചിപ്പ് ചെയ്യുന്നുണ്ട്. ചിപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ആദ്യമൊന്ന് പിന്നെ വയറിംഗ് പൈപ്പോ പ്ലംബിംഗ് പൈപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുപാടും ചെക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത സമയത്ത് നമുക്കത് ബീമായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ബീം നമ്മളെ സാധാ ഡ്രില്ലുകൊണ്ട് തുളക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് കോർ കട്ടിങ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശേഷം എ സിയുടെ പൈപ്പ് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി മെഷീൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്യുക. മെഷീൻ നമ്മൾ ഭിത്തിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഹോളടിച്ച ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക. ഇതിൻ്റെ പൈപ്പ് നമ്മൾ 5/8ഉം 3/8 ഈ മെഷീൻ്റെ പൈപ്പ് വരുന്നത്. കഴിയുന്നതും നമ്മൾ ഫ്ലോറിലോട്ട് സ്ക്രൂ ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലാമ്പ് ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ എ സിയുടെ ടോപ്പിലായിട്ട് ഭിത്തിക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന പോലത്തിൽ ഇതുപോലെ ഒരു ക്ലാമ്പ് ഉണ്ടാവും. ഇതിലൂടെ സ്ക്രൂ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. താഴെ മാക്സിമം സ്ക്രൂ ഒഴിവാക്കുന്നതാണ് ബെറ്റർ. 1/10 നമ്മൾ ഇതിന് പൈപ്പ് ഉള്ളിലോട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളിയിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ വെണ്ടാക്കിയിട്ട് ഇതിലുള്ള പ്രഷർ കാര്യങ്ങൾ റിലീസ് ചെയ്യുക. പ്രഷറൊക്കെ റിലീസാക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയറിങ്ങിലോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോസ് പ്ലെയർ എടുത്ത് ഇതിൻ്റെ അഗ്രഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി ഫയൽ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു 2 mm മുകളിലോട്ട് വെച്ച് ഫ്ലെയറിങ് ചെയ്യുക. ഇതിൽ ഡസ്റ്റ് പോയാലും 3/8 ഫ്ലെയർ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഡിസ്ചാർജോട് പ്രഷർ കൊടുത്താൽ ആ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. ഫ്ലെയറിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ത്രെഡ്സിലൊക്കെ ചുറ്റി ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലെയറിങ് അതിലോട്ട് കണക്ട് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ടൈറ്റാക്കിയതിന് ശേഷം ഫ്രീ ആയി ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റബിൾ എടുത്ത് റോങ് സൈഡ് അല്ലാത്ത രൂപത്തിൽ സ്ലിപ്പാവാതെ നമ്മൾ ടൈറ്റാക്കുക. 5/8ഉം 3/8ഉം ടൈറ്റാക്കിയതിന് ശേഷം ലീക്കില്ലാന്ന് നമ്മൾ ഔട്ട്ഡോർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ ഇട്ട് ഒന്ന് ചെക്ക് ചെയ്യണത് ബെറ്ററാണ്. ഫ്ലെയറിംഗ് ഒക്കെ ടൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണം പാടി ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണാം. അപ്പോൾ നമ്മൾ പൈപ്പ് ഇതുപോലെ നൈലോൺ ടാപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കേബിള് കണക്ട് ചെയ്യാൻ പോവാണ്. ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് നൈട്രജൻ ഇട്ട് ലീക്ക് നോക്കിയതാണ്. അത്
പാക്ക് ചെയ്യാനുണ്ടെന്നുള്ളൂ. നമ്മൾ 1.5 4 കോർ ബോണ്ടിൻ്റെ കേബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കണക്ഷനൊക്കെ കൊടുത്ത് ഫേസ്, ന്യൂട്രൽ, കംപ്രസർ, എർത്ത്, ഈ 4 കണക്ഷനാണ് വരിക. പാനസോണിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ടൺ 4 ടൺ മെഷീനുകളൊക്കെ സിംഗിൾ ഫേസിൽ തന്നെ അവൈലബിൾ ആണ്. വേറെ ബ്രാൻഡ് പോലെ 3 ഫേസ് മെഷീനല്ല, സിംഗിൾ ഫേസ് മെഷീൻ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. AC വർക്കിംഗ് ഓക്കെ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ടവർ AC സംബന്ധമായ വീഡിയോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ACയുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ.